സർക്കാർ ഭൂമിയിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കാൻ വനംവകുപ്പിന്റെ അനുമതി വേണ്ട. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. എന്നാൽ വൃക്ഷ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട ഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ നിലവിലെ രീതി തുടരും. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, നിലവിൽ സർക്കാർ ഓഫീസുകളിലോ സർക്കാർ ഭൂമിയിലോ ഒരു മരമുണ്ടെങ്കിൽ അത് അപകടാവസ്ഥയിലാണെങ്കിൽ അത് മുറിക്കണമെങ്കിൽ ഒരു നടപടിക്രമമുണ്ട്. അതായത് സംസ്ഥാനത്ത് ട്രീ കമ്മിറ്റിയുണ്ട്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി ആദ്യം ഈ മരത്തിൻ്റെ വില നിശ്ചയിച്ച് നൽകണം. നേരിട്ടെത്തി പരിശോധിച്ച് ഈ വില നിശ്ചയിച്ച് നൽകിയ ശേഷം ഈ വിലയുമായി ബന്ധപ്പെട്ട് ടെൻഡർ ക്ഷണിച്ച് ആ ടെൻഡർ പ്രകാരമായിരിക്കണം മരം മുറിച്ച് മാറ്റേണ്ടത്. എന്നാൽ പലപ്പോഴും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ മറികടക്കേണ്ടി വരും. കൂടാതെ പലപ്പോഴും വനംവകുപ്പ് നിശ്ചയിക്കുന്ന വില വളരെ കൂടുതലാണ് എന്നുള്ള ആക്ഷേപമുള്ളത് കൊണ്ട് പലപ്പോഴും ടെൻഡർ എടുക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ അപകടാവസ്ഥയിലുള്ള മരങ്ങളെല്ലാം മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപന മേഖലകളിലെല്ലാം വലിയ പരാതികൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ അദാലത്തുകളിലടക്കം ഇത്തരം പരാതികൾ ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നത്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഇനി മുതൽ വനംവകുപ്പിൻ്റെ ക്ലിയറൻസ് വേണ്ട എന്നുള്ള തീരുമാനം വരും. അത് ഉടൻ ഉത്തരവായി ഇറങ്ങും. എന്നാൽ വൃക്ഷ സംരക്ഷണ നിയമപ്രകാരം നോട്ടിഫൈ ചെയ്ത മരങ്ങൾ, പ്രത്യേകിച്ച് ഈട്ടി, ചന്ദനം, തേക്ക് അടക്കമുള്ള മരങ്ങൾ, അത് ഇനിയും സർക്കാർ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് മുറിക്കാൻ പക്ഷേ സമാനമായ നടപടിക്രമം ട്രീ കമ്മിറ്റിയുടെ ക്ലിയറൻസ് വേണ്ടി വരും. മറ്റു മരങ്ങൾ മുറിക്കാനാണ് ഈ ക്ലിയറൻസ് വേണ്ട എന്നുള്ള നടപടിയിലേക്ക് പോകുന്നത്. ഇതോടൊപ്പം വികസന നടപടിക്രമങ്ങൾ, അതായത് ഒരു വികസന പ്രവർത്തനം നടത്തണം, ഒരു കെട്ടിടം നിർമ്മിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾക്കും മരം മുറിക്കുന്നതിന് ഈ നിലവിൽ ട്രീ കമ്മിറ്റിയുടെ നിയന്ത്രണമുണ്ട്. എന്നാൽ അതും ഈ വികസന പ്രവർത്തനങ്ങൾക്കും ഈ നിയന്ത്രണം ഒഴിവാക്കി. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.